മാസത്തിലെ 3 ദിവസത്തെ നോമ്പ് ഒരു വർഷം മുഴുവനും നോമ്പ് പിടിക്കുന്നതിന്റെ കൂലിയാണ് ഇബ്നു അംറ്. തന്റെ പ്രിയപ്പെട്ട സഹാബി വര്യനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ, ഒരാള് സൗമു സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ശഹ്രിൻ, മാസത്തിൽ 3 നോമ്പ് പിടിച്ചാൽ അയ്യാമുൽ ബീലിന്റെ അറബി മാസത്തിന്റെ 11, 12, 13 നോമ്പുകൾ പിടിച്ചു വീടുന്ന ഒരാള്, ആ നോമ്പുകാരനെ സംബന്ധിച്ച് പറയുന്നത് സൗമുദ്ദിഹിരി കുല്ലിഹി, എല്ലാ വർഷത്തിലും മുഴുവനും നോമ്പ് പിടിക്കുന്നത് പോലെയാണ്, വർഷത്തിൽ നോമ്പ് മുഴുവനും പിടിക്കുന്നത് പോലെയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു അംറിനോട് പറയുകയാണ്, വഖറഇൽ ഖുർആന ഫീ കുല്ലി ശഹ്രി, രാത്രി ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിക്കുന്ന ഇബ്നു അംറ്, മാസത്തിൽ ഒരൊറ്റവട്ടം നീ വിശുദ്ധ ഖുർആനിന്റെ ഖത്മ തീർക്കുക, മാസത്തിൽ ഒരൊറ്റവട്ടം നീ ഖുർആനിന്റെ ഖത്മ തീർക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ഓതേണ്ടത് മാസത്തിൽ ഒരു ഖത്മാണ് തീർക്കേണ്ടതെന്ന് പഠിപ്പിച്ചപ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ഇടയിൽ തന്നെ ഇങ്ങനത്തെ സ്വഭാവമുള്ളവരുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ഖത്തം തീർക്കുന്നവരുണ്ടാകും, അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ ഒരു ഖത്തം തീർക്കുന്നവരുണ്ടാകും. പുണ്യ റമളാൻ കടന്നു വരുമ്പോൾ സമയം മുഴുവനും മാറ്റിവെച്ചിട്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചാൽ റമളാൻ മാസത്തിന്റെ ഓരോ ദിവസവും ഓരോ ഖത്തം എന്നുള്ള നിലയിൽ 30 ദിവസം 30 ഖത്തം തീർക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം, അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ ദീന്, പരിശുദ്ധമായ ശരീഅത്ത്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാസത്തിൽ നീ ഖത്തം തീർക്കുക. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഇബ്നു അംറ് റളിയല്ലാഹു അൻഹുവിന് സങ്കടം വരികയാ, ഇബ്നു അംറ് റളിയല്ലാഹു തആല അൻഹുവിന് സങ്കടം വരികയാ. ഇബ്നു അംറ് തങ്ങൾ എഴുന്നേറ്റ് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ എനിക്ക് കഴിയും നബിയേ. ഇപ്പം നിങ്ങൾ എന്നോട് ചെയ്യാൻ പറഞ്ഞത് മാസത്തിൽ 3 നോമ്പിന്റെ കാര്യമാ, അതുപോലെ മാസത്തിൽ ഒരിക്കൽ ഖത്തം ചെയ്യാനുള്ള കാര്യമാ നിങ്ങൾ എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇതിനേക്കാൾ സൗകര്യമുണ്ട് റസൂലേ, ഇതിനേക്കാൾ എനിക്ക് കഴിയും ഹബീബേ, എനിക്ക് ആരോഗ്യമുണ്ട്, ആഗ്രഹമുണ്ട്, അതിനുള്ള അവസരമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് കാരുണ്യത്തിന്റെ പ്രവാചകന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഇനി ഞാൻ പറയുന്നതാ നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നോമ്പ് പിടിക്കേണ്ടത്. ഒരു ദിവസം നോമ്പുകാരനായി അവന് നേരം വെളുപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവന് സ്വർഗത്തിലാണെന്ന് പറയുമ്പോ ആ നോമ്പ് എങ്ങനെയാണ് ഐച്ഛികമായ നോമ്പ് പിടിക്കേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു അംറിനോട് പറയുന്നു, യംനാസും അഫ്ളല സൗമി സൗമ ദാവൂദ്, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പാണ് ശ്രേഷ്ഠമായ നോമ്പ്. അതുകൊണ്ട് ഇബ്നു അംറ്, ദാവൂദ് നബിയുടെ നോമ്പ് നീ പിടിക്കുമോ? ദാവൂദ് നബിയുടെ നോമ്പ് നിനക്ക് പിടിക്കാൻ കഴിയുമോ? എന്താ ദാവൂദ് നബിയുടെ നോമ്പെന്നറിയോ? സിയാമു യൗമിൻ വ ഇഫ്താറു യൗമിൻ, ഒരു ദിവസം നോമ്പാണെങ്കിൽ അടുത്ത ദിവസം നോമ്പുണ്ടാവൂല, അതിനടുത്ത ദിവസം നോമ്പാണ്, അതിനടുത്ത ദിവസം നോമ്പുണ്ടാവൂല. അങ്ങനെ ഒരു ദിവസം നോമ്പ്, ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നോമ്പുകാരനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. അതുപോലെ വഖറ ഫീ കുല്ലി സബ്ഇ ലയാലിൻ മറ, ഓരോ ആഴ്ചയിൽ ഓരോ ഖത്തം തീർക്കുന്നതിന് വേണ്ടി നീ പരിശ്രമിച്ചോ. മാസത്തിൽ ഒരു ഖത്തം തീർക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ട് ഇല്ല, അതിനേക്കാൾ എനിക്ക് കഴിയുമെന്ന് പറയുമ്പോ, എന്നാൽ ആഴ്ചയിൽ ഒരു ഖത്തം തീർക്കുന്ന നിലയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാമെന്ന് ആദരവായ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട സതീർത്ഥ്യനായ ഇബ്നു അംറിനെ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കണേ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച എത്ര സന്തോഷത്തോടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന നയങ്ങളാണ്. ഇസ്ലാമിന്റെ നിലപാട് അവിടെയാണ്. ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട്, ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് കാലം മുഴുവനും നോമ്പ് പിടിക്കാൻ ഇസ്ലാം ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു പോള കണ്ണടയ്ക്കാതെ പാതിരാത്രി മുഴുവനും അള്ളാഹിന് വേണ്ടി നിന്ന് നമസ്കരിക്കാൻ ഇസ്ലാം പറയുന്നില്ല. നീ നമസ്കരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും അധികം നീ അള്ളാഹുവിന് വേണ്ടി താണ് വണങ്ങുന്ന രാത്രിയുടെ യാമങ്ങളിൽ, അതും 3-ാം യാമത്തിൽ പടച്ചവന് വേണ്ടിയിട്ട് നീ ഉറക്കമുളച്ചിട്ട് ഇബാദത്ത് എടുക്കണം. അതുപോലെ ഒരു ദിവസം നോമ്പാണെങ്കിൽ അടുത്ത ദിവസം നിനക്ക് നോമ്പ് വിടാ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം അതാ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും, അതുപോലെ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും കേട്ടിട്ടുള്ളത്, അള്ളാഹുവിന്റെ ദീൻ ഒരിക്കലും
ആരോടും കർക്കശമായ നിലപാടെടുത്തിട്ടില്ല. 3 സഹാബാക്കൾ വന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, എന്താണ് അഷ്റഫുൽ ഖൽഖിന്റെ സ്വഭാവം എന്ന് ചോദിക്കുമ്പോ പ്രവാചകരുടെ സ്വഭാവം വിശദീകരിച്ചു കൊടുത്ത ആയിഷ ബീബിയെ നമ്മുടെ ഉമ്മയോട് അതിൽ ഒരാൾ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും ഒരിക്കൽ പോലും ഞാൻ ഭക്ഷണം കഴിക്കില്ല, എല്ലാ ദിവസവും എനിക്ക് നോമ്പാണ്. ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി രാത്രി ഉറങ്ങാറില്ല, എനിക്ക് ഭാര്യമാരുമായിട്ടൊരു ബന്ധവും വേണ്ട, ആ സമയം കൂടി ഞാൻ ഇബാദത്തിലാണെന്ന് പറയുന്ന 3 പേര്. ആ സമയത്ത് റസൂലുള്ളാഹി കടന്നു വന്നിട്ട് ചോദിച്ച ചോദ്യം എന്താണ്? മാ ബാലു അഖ്വാം, ഇവർക്ക് എന്തു പറ്റി? ചില ആളുകൾ പറയുന്നത് എന്താ, എനിക്കിനി ബന്ധങ്ങളൊന്നും വേണ്ട, ഒരാളോടും എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, ആരോടും എനിക്കൊരു ഒരു ബന്ധം വേണ്ട, ഞാൻ സകല സമയം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അങ്ങനെയല്ല. മഹാനായ പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞത്, ഞാനാണ് ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ളവർ, ഞാനാണ് അള്ളാഹുവിന്റെ ദൂതൻ, ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ ഭാര്യമാരുമായിട്ട് വീട് കൂടുന്നു, ഞാൻ രാത്രി നിസ്കരിക്കുന്നു, ഞാൻ നോമ്പ് പിടിക്കുന്നു, ഇടയ്ക്ക് നോമ്പ് വിടുന്നു. എന്നെക്കാൾ തഖ്വയുള്ളതാരാ? എന്നെക്കാൾ നരകത്തെ കണ്ടവരാരാ? എന്നെക്കാൾ സ്വർഗത്തെ കണ്ടവരാരാ? എന്നെക്കാൾ പ്രവാചകത്വമുള്ളതാർക്കാ? ഇല്ല. അതുകൊണ്ട് ഇത് ചെയ്യരുത് എന്ന് ശക്തമായ താക്കീത് കൊടുത്തു. എത്ര ലളിതമായിട്ടാണ് ഇസ്ലാമിന്റെ ആരാധനാ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കാൻ ഇസ്ലാം പ്രേരിപ്പിച്ചിരുന്നെങ്കിൽ, പകല് മുഴുവനും എല്ലാ ദിവസവും നോമ്പ് പിടിക്കാൻ ഇസ്ലാം പ്രേരിപ്പിച്ചിരുന്നെങ്കിൽ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇപ്പോഴും. ഈ അടുത്ത സമയത്ത് ഒരു സയ്യിദിനെ ഞാൻ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം റജബ് മാസം 29-ഓ 30-ഓ ഏതാണോ പിറ കാണുന്ന അനുസരിച്ച് റജബ് മുഴുവനും നോമ്പാ, ഷഅബാൻ മുഴുവനും നോമ്പാ, 60 കൂട്ടിക്കോ, റമളാൻ 30 നോമ്പാ, 90 ആയില്ലേ? ഷവ്വാൽ പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് വിട്ട് അടുത്ത 6 ദിവസങ്ങൾ തുടർച്ചയായിട്ട് നോമ്പ്, 96 നോമ്പ്. അതിൽ ആകെ നോമ്പ് ഇല്ലാത്ത ദിവസം പരിശുദ്ധമായ ഈദുൽ ഫിത്റിന്റെ ആദ്യത്തെ ദിവസം, അന്ന് നോമ്പ് പിടിക്കൽ ഹറാമാണ്. അന്നൊഴിച്ച് ബാക്കി 6 നോമ്പ് കൂടെ പിടിച്ച് 96 നോമ്പ് പിടിക്കുന്ന പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10 നോമ്പ് പിടിക്കും. ദുൽഹിജ്ജ മാസത്തിന്റെ, കാരണം കൊല്ലത്തിന്റെ ആദ്യത്തെ മാസമാണ്, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 9 ദിവസവും നോമ്പ് പിടിക്കും. 10ന്റെ നോമ്പ് പിടിക്കൽ ഹറാമാ, പെരുന്നാളാ. അപ്പൊ ഇങ്ങനെ നോമ്പ് പിടിക്കുന്ന, തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് പിടിക്കുന്ന, അയ്യാമുൽ ബീദ് നോമ്പ് പിടിക്കുന്ന, സുന്നത്തായ നോമ്പുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ കൃത്യമായി പിടിക്കുന്ന വലിയ വലിയ മഹാന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അള്ളാഹു നിർബന്ധമാക്കിയിട്ട നോമ്പല്ലാത്ത, റമളാൻ മാസത്തിന്റെ നോമ്പല്ലാത്ത ഒരു സുന്നത്ത് നോമ്പ് പിടിച്ചാരാ? ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്നോട് കൂടിയിട്ടാണ്, ആ റമളാൻ അല്ലാത്ത സുന്നത്ത് നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടി ഞാനൊരു നോമ്പ് പിടിച്ചേക്കാമെന്ന് നിയത്ത് വെച്ചിട്ട് നോമ്പ് പിടിക്കാൻ ആ ഒരു താല്പര്യമുള്ള ആരാ നമ്മുടെ ഇടയിലുണ്ടത്? ഒരു ഭാഗത്ത് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നു, മറുഭാഗത്ത് ചില ആളുകൾ വർഷം മുഴുവനും നോമ്പ് പിടിക്കാനുള്ള താല്പര്യം. ഇത് രണ്ടും ഇസ്ലാം അനുകൂലിക്കുന്നില്ല. വകാന ബൈന ദാലിക ഖവാമ. ഇത് രണ്ടിന്റെയും ഇടയിൽ നിനക്ക് സുന്നത്ത് നോമ്പ് പിടിക്കേണ്ടി വരുമ്പോൾ ആ സുന്നത്ത് നോമ്പ് കൃത്യമായി നിനക്ക് പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തിങ്കളും വ്യാഴവും റസൂല് സുന്നത്താക്കി പോട്ടെ. അതിനേക്കാൾ ആരോഗ്യവും പിടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദാവൂദ് നബിയുടെ നോമ്പാണ് ഒരു ദിവസം നോമ്പെങ്കിൽ അടുത്ത ദിവസം നോമ്പില്ലാത്തൊരു സാഹചര്യം. പരിശുദ്ധ ഖുർആൻ, ചില ആളുകളുണ്ട് റമളാനില് മത്സരിച്ച് ഖത്തം ഓതുന്ന ആളുകളുണ്ട്. നീ എത്ര ഓതി, ഞാൻ എത്ര ഓതി എന്ന് ചോദിച്ചിട്ട് ഫോണിലൂടെ സംസാരിച്ചിട്ട് വീണ്ടും വീണ്ടും ആദ്യം, കാരണം ഓഫർ കൊടുക്കാൻ, ഈ റമളാനിലെ 30 ഖത്തം തീർക്കുന്നവർക്ക് ഉംറയ്ക്ക് പോകാൻ അനുമതി. അപ്പോഴെന്താ, എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഖുർആൻ ഓതുന്നു, ഖത്തം തീർത്തു എന്ന് പറയുന്നു. ഖുർആൻ ഞാൻ 4 പേജ് ഓതി, 5 പേജ് ഓതി. യഥാർത്ഥത്തിൽ ഓതിയതല്ല, ഓടിയതാ. കാരണം യഥാർത്ഥത്തിൽ ഹഖ തിലാവത്തി എന്ന് ഖുർആൻ പറഞ്ഞത് നരകത്തിന്റെ ആയത്തെത്തുമ്പോൾ നരകത്തിന് കാവൽ തേടി, സ്വർഗത്തിന്റെ ആയത്തെത്തുമ്പോൾ സ്വർഗത്തെ ചോദിച്ച്, റഹ്മത്തിന്റെ ആയത്തെത്തുമ്പോൾ റഹ്മത്തിനെ ചോദിച്ച്, അദാബിന്റെ ആയത്തെത്തുമ്പോൾ അദാബിൽ നിന്ന് കാവൽ തേടി ഒക്കെയല്ലേ നമ്മൾ ആയത്തുകൾ ഓതിപ്പോകേണ്ടത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളാകാൻ വേണ്ടി ഖുർആൻ ഒരുപാട് ഖത്തം തീർത്തും അവകാശപ്പെടുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇസ്ലാം പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് മാസത്തിൽ ഒരു ഖത്തം നീ തീർക്കണമെന്നാണ്. ഇന്ന് സൂഫിയാക്കളായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ പണ്ഡിതന്മാരുടെ ഖൗലം എന്തെന്നറിയോ? ഓരോ 40കളിലും ഒരു ഖത്തം തീർക്കണമെന്നാണ്. 40 ദിവസം കൂടുമ്പോ ഖുർആനിന്റെ ഖത്തം തീർക്കണമെന്നാണ്. അടുത്ത 40 ദിവസം ഒരു
ഖത്തം തീർക്കണമെന്നാണ്. കാരണം എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യങ്ങളെല്ലാം അതിനിടയിൽ നടക്കണം. നമ്മുടെ ശരീരത്തിനോടുള്ള ബാധ്യതകൾ, കണ്ണിനോടുള്ള ഹക്കുകൾ, ഭാര്യമാരോട് ഭർത്താക്കന്മാരോടുള്ള കടമകൾ, നമ്മളെ കാണാൻ വരുന്നവരോടുള്ള നമ്മുടെ ബാധ്യതകളെല്ലാം പൂർത്തിയാക്കിയിട്ട് അതെല്ലാം നടക്കുന്നതിനിടയിലാണ് ഓതേണ്ടത്. അങ്ങനെ ഓതുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ചത് ആഴ്ചയിൽ ഒരു ഖത്തം നീ തീർത്തോ. അവസാനം ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കങ്ങനെയാണ്, ഒരു ആഴ്ചയിൽ ഒരു ഖത്തം നിനക്ക് തീർക്കാ, അതുപോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിനക്ക് നോമ്പ് പിടിക്കാ. പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നോമ്പ് അല്ലാഹുവിന് വേണ്ടി നേർച്ചയാക്കി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഞാൻ പിടിക്കാമെന്ന് നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ പരിഹരിക്കപ്പെടും. ഉമ്മ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയ്ക്ക് രോഗം പിടിപെടുകയാ. ആ രോഗം പിടിപെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലും പ്രിയപ്പെട്ട സഹാബത്തും അവരെ കാണാൻ പോവുകയാ. ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ യുവാക്കളുടെ നേതൃത്വ പദവി അലങ്കരിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട നേതാക്കന്മാരാ. ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവർ കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് രോഗം പിടിപെട്ട് വല്ലാതെ മൂർധന്യതയിൽ പനിയെത്തിയപ്പോൾ നോമ്പ് പിടിക്കാൻ നേർച്ചയാക്കി. സഹോദരങ്ങളെ, 3 ദിവസത്തെ നോമ്പാണ് നേർച്ചയാക്കിയത്. ആരൊക്കെയാണ് നോമ്പ് പിടിക്കാൻ നേർച്ചയാക്കിയതെന്നറിയോ? വാപ്പയായ അലിയാർ തങ്ങള്, ഉമ്മയായ ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹ, അവിടത്തെ ഖാദിമത്തായ ഫിദ എന്ന് പറയുന്ന സ്ത്രീ. അങ്ങനെ 3 പേരും കൂടി 3 നോമ്പ് 3 ദിവസം പിടിക്കാമെന്ന് നിയ്യത്താക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹസൻ ഹുസൈൻ തങ്ങളുടെ രോഗം മാറിയെന്ന ഇതിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഞാൻ അവസാന ഭാഗത്ത് പറയാ. അങ്ങനെ രോഗം മാറിയ പാരമ്പര്യമാ നമുക്കുള്ളത്. സുന്നത്ത് നോമ്പ് വലിയ പവർ ഉള്ളതാ പ്രിയപ്പെട്ടവരെ. ആ സുന്നത്ത് നോമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന് എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ മക്കൾക്ക് ശാരീരികമായ ദുർബലതകളുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മാനസികമായ വ്യഥകളുണ്ടോ, ഇതിനെല്ലാം പരിഹാരമായ തിങ്കളോ വേഴമോ ഒരു സുന്നത്ത് നോമ്പ് പിടിച്ചു നോക്ക്. തീർച്ച അല്ലാഹു അതിന് പരിഹാരം തരുന്നതാ. കാരണം എന്തെന്നറിയോ? അല്ലാഹു അനുവദിച്ചതാണ് ഭക്ഷണം കഴിക്കുക, അല്ലാഹു അനുവദിച്ചതാണ് വെള്ളം കുടിക്കുക. അല്ലാഹു ഹലാലാക്കി തന്ന ഭക്ഷണവും വെള്ളവും ഉണ്ടല്ലോ, എനിക്ക് കുറഞ്ഞ സമയം വേണ്ട പടച്ചവരെ എന്ന് പറയുന്നതല്ലേ നോമ്പ്. നോമ്പെന്ന് പറഞ്ഞാൽ അല്ലാഹു ഹലാലാക്കിയ ഭക്ഷണം, അല്ലാഹു അനുവദിച്ചതായ വെള്ളം, ഇതെല്ലാം എനിക്ക് വേണ്ട എന്ന് കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി പ്രതിജ്ഞ എടുക്കലല്ലേ നോമ്പ്. അങ്ങനെയുള്ള ഒരാൾ പിന്നെ ഹറാമായത് കഴിക്കുമോ? അല്ലാഹു ഹലാലാക്കിയത് കുറെ സമയത്തേക്ക് വേണ്ട എന്ന് വെച്ചവരെ ഹറാമാക്കിയത് പിന്നെ ചിന്നുമോ? ഹറാമാക്കിയ വെള്ളം പിന്നെ കുടിക്കുമോ? ഇല്ല. അതാണ് നോമ്പിന്റെ പവർ മുസ്ലിമേ. നോമ്പിന്റെ പവർ എവിടെയാ? കുഞ്ഞുങ്ങൾ നോമ്പ് പിടിക്കുന്ന ഉമ്മമാർക്കറിയുമല്ലോ, ആ പൊന്നുമക്കളെ 11 മണിയാകുമ്പോഴേക്ക് വാടിത്തളരുകയാ. ആ പൊന്നുമക്കളുടെ കണ്ണു കുടിഞ്ഞ് കവളൊട്ടിയിട്ട് പാവപ്പെട്ട പൊന്നുമക്കൾ വല്ലാതെ അവസ്ഥയിൽ നിൽക്കുന്നത് കാണുമ്പോ ഒരു ഉമ്മാടെ മനസ്സിന്റെ വേദന എത്രയാ, ഒരു വാപ്പാന്റെ മനസ്സിന്റെ വേദന എത്രയാ. ഉമ്മാക്ക് സഹിക്കുന്നില്ല, പൊന്നുമോനെ നോമ്പ് മുറിക്കടാ എന്ന് പറഞ്ഞിട്ട് 8ഉം 8ഉം തിരിയാത്ത കുഞ്ഞു നോമ്പ് പിടിക്കാൻ ആഗ്രഹം കാണിക്കുമ്പോൾ ആ മകനെ നോമ്പ് പിടിപ്പിച്ചിട്ട് ആ നോമ്പ് പിടിച്ചിരിക്കുന്ന മകന്റെ ക്ഷീണം കാണുമ്പോ അതിൽ വേദനിക്കുന്ന ഉമ്മ, ആ വേദന എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചോ. ഒരു ഉമ്മക്ക് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, തന്റെ മകനോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടിയാണല്ലോ അടിമകളോടുള്ളതെങ്കിൽ, അള്ളാഹുവിന് തന്റെ അടിമകളോടുള്ള അലിവ് 100 ഇരട്ടിയാണെങ്കിൽ, ഒരു ഉമ്മാക്ക് തന്റെ മകളോടുള്ള സ്നേഹത്തെക്കാൾ, കാരുണ്യത്തെക്കാൾ, വാത്സല്യത്തെക്കാൾ 100 ഇരട്ടിയാണ് ഉള്ളതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദാഹം കൊണ്ട് നമ്മുടെ ചുണ്ട് വരണ്ടുണങ്ങുമ്പോ, വിശപ്പ് കൊണ്ട് നമ്മുടെ തൊണ്ട പൊട്ടുമ്പോൾ, ആഹാരം ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ, ഫ്രിഡ്ജിനകത്ത് ശീതളപാനീയം ഇരിക്കുമ്പോൾ, ആരും വീട്ടിലില്ലാത്ത സമയത്തും വേണ്ട അല്ലാ എനിക്ക് വേണ്ട, ഇതെനിക്ക് ഇപ്പോൾ ഹറാമാണ്, ഞാൻ നിനക്ക് വേണ്ടി നോമ്പ് പിടിച്ചിരിക്കുകയാ. പ്രഭാതം മുതൽ പ്രദോഷം വരെ, സുബഹിന്റെ സമയം മുതൽ മഗ്രിബിന്റെ
സമയം വരെ, കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് മുതൽ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടി നിരാഹാരം കിടക്കുന്നവനാ എന്ന് ചിന്തിച്ചുകൊണ്ടൊരു മനുഷ്യന് നോമ്പ് പിടിക്കുമ്പോ അവന്റെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണം പോലും അവന് വേണ്ട എന്ന് വെച്ച പെണ്ണ, അവൾക്ക് വേണ്ട എന്ന് വെച്ച പെണ്ണ, ആ പെണ്ണ് പിന്നെ ഹറാമായ ഭക്ഷണം കഴിക്കില്ലല്ലോ. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സ്നേഹമാ അവളോടുണ്ടാവുക. ഒരു കുഞ്ഞിന്റെ ദയനീയ രംഗങ്ങൾ കാണുമ്പോ ഉമ്മയ്ക്കുണ്ടാകുന്ന സങ്കടത്തേക്കാ 100 ഇരട്ടി സങ്കടമല്ലേ പടച്ചവന് നമ്മളെ നോമ്പുകാരാകുമ്പോ തോന്നുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നോമ്പ് പിടിക്കുന്നതിന് ഇത്രയും പവർ ഉണ്ടായത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ. ഇന്നത്തെ ദിവസം സുബഹിക്ക് പള്ളിയിൽ വന്നപ്പോ ആരാണ് നിങ്ങളിൽ നോമ്പുകാരായി വന്നത്? അത് വലിയൊരു ഇബാദത്താണ്. 4 കാര്യങ്ങൾ ഒരാളിൽ സംഗമിച്ചാൽ അവന് സ്വർഗം ഉറപ്പാണ്. ഒരു പ്രഭാതത്തിൽ നിങ്ങൾ ആലോചിക്കുന്നത് ഇത് സുബഹിന്റെ സമയത്താണ്. നോമ്പിനെ പറ്റി നമുക്ക് കൂടുതൽ സുബഹിയുടെ സമയത്തിന്റെ കാര്യം പറയേണ്ട, സുബഹി മുതലാണ് നോമ്പ് ആരംഭിക്കുക. ചില ആളുകൾ പറയാറുണ്ട് ബാങ്ക് കേട്ടാൽ ഇരിക്കുന്ന പ്ലേറ്റ് ഇരിക്കുന്ന ഭക്ഷണം തീരുന്നത് വരെ കുഴപ്പമില്ല. ചില ആളുകൾ പറയുന്നത് അങ്ങനെയാ. നമ്മുടെ വിശ്വാസം എന്താ? വായിലിരിക്കുന്ന ഭക്ഷണം ഇറക്കാതെ അത് തുപ്പിക്കളയണമെന്നാണ്. ചില ആളുകൾ പറയുന്നത് അങ്ങനെയല്ല, ഇരിക്കുന്ന പ്ലേറ്റിലിരിക്കുന്ന ഭക്ഷണം അത് തീരുന്നത് വരെ കുഴപ്പമില്ല. എന്നാ പിന്നെ നമ്മൾ കാണാതെ ഭാര്യയെ കൊണ്ട് കുറച്ച് ഇടിയിപ്പിച്ചുകൊണ്ടിരുന്നാൽ പോരെ, വയറിറച്ച് കഴിച്ചൂടെ? ഇതെല്ലാം ചെയ്യാം. അള്ളാഹുവിന്റെ ദീനിനോട് നമുക്കൊരു ഉഡായിപ്പിന്റെ ശൈലി വേണ്ട. ദീനാണ്. അതിനി ആരൊക്കെ പറഞ്ഞാലും. ഇപ്പൊ ഒരു പുതിയ വിവാദം പൊട്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അതിന് തൽക്കാലം മറുപടിയൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ അത് ദീനിന്റെ നിയമം തന്നെയാണ്. ഞാനൊരു വേദിയിൽ പ്രസംഗിച്ചു, സ്ത്രീകളെ ഡ്രൈവിംഗ് സ്കൂളിൽ വിടുന്നവർ ശ്രദ്ധിക്കണം. ഒന്നുകിൽ സ്ത്രീകളുള്ള സ്ഥലത്ത് പഠിപ്പിക്കാൻ വിടണം, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള രീതിയിൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിഷ്കർഷിക്കുന്ന രീതിയിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ മുതൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകളും എന്നെ വിളിക്കുന്നു. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പാറശാലയിലുള്ള ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട്, അങ്ങനെ നിങ്ങളുടെ മതത്തിലുണ്ടോ, അങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ, അങ്ങനെ ആക്കിക്കളയും, കേസ് കൊടുക്കും, നിങ്ങൾ കുറേ ഓടേണ്ടി വരും. ഞാൻ പറഞ്ഞു ഞാൻ ഓടിക്കോളാം, നീ കൂടെ ഓടിക്കൊണ്ടാതി എന്ന് ഞാനും പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ പറയുന്നൊരു കാര്യം, ആ ദീനിൻ്റെ നിയമം എന്താണ്? ആ ദീനൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനല്ല, ഇത് പ്രകൃതി നിയമമാണ്. ഇസ്ലാം എവിടെയാണിത്? ഇത് പ്രാകൃത നിയമമാകുന്നത് എവിടെയാണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇതിന് പത്തരമാറ്റാൻ, എപ്പോഴും ഇതിന് അന്നും പുരോഗമനമാണ്, ഇന്നും പുരോഗമനമാണ്. അന്ന് പ്രാകൃതവും ഇന്ന് പ്രാകൃതവും എന്ന് പറയുന്നത് തെറ്റാണ്. അന്നും ഇന്നും ഒരേപോലെ ഏറ്റവും മഹനീയമായ പത്തരമാറ്റിൽ ജാജ്വല്യമാനമായി നിൽക്കുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാകൃതമെന്ന് പറയാൻ കഴിയില്ല, തോന്നില്ല. പക്ഷേ നിഷ്കളങ്കമായി ചിന്തിക്കണം. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, ചുമ്മയല്ല മോഡി നിങ്ങളെയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ മോഡിയിട്ട ചോദിച്ചാൽ അത് എനിക്കറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു മോഡിയുടെ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ തരാം, നിങ്ങൾ വിളിച്ച് ചോദിച്ചോളി, അല്ലെങ്കിൽ മോഡി എൻ്റെ അടുത്തുണ്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴും വെച്ചിട്ടങ്ങ് പോയി. എന്തൊരു ശല്യമാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇൽമിന്റെ മജ്‌ലിസിൽ ദീനിന്റെ കാര്യമല്ലാതെ പിന്നെന്താ പറയാ? ലോകത്തുള്ള മുഴുവൻ മുസ്ലിം പെണ്ണിനോടും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിക്കാനാ പറയുക. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കൽ ഹറാമാണെന്നോ, ഡ്രൈവിംഗ് പഠിക്കൽ ഇസ്ലാമിക നിരോധിക്കപ്പെട്ട കാര്യമാണെന്നോ, പെണ്ണുങ്ങൾ ഡ്രൈവിംഗ് പഠിക്കേണ്ടെന്നോ ഓടിക്കേണ്ടെന്നോ ഒന്നുമല്ല പറഞ്ഞത്. പറഞ്ഞ വിഷയം ഇതാണ്: സ്ത്രീകൾ പഠിപ്പിക്കുന്നിടത്ത് പോകട്ടെ, ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. അത് ഉൾക്കൊള്ളാൻ ഒരു സമൂഹത്തിന് തയ്യാറാവുന്നില്ല എന്ന് വെച്ചിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? എന്തുണ്ടായാലും ആകാശത്തൂടെ അല്ലേ വരുള്ളൂ, ഇല്ലെങ്കിൽ ഭൂമിയുടെ അല്ലേ വരുള്ളൂ, ഇതല്ലാത്തടത്തൂടെ വരൂലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ നമ്മോട് പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ ഒരു സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരു ദിവസം, ആ നോമ്പ് പിടിക്കുന്നത് നമുക്കുണ്ടാകുന്ന ഏത് വിഷമങ്ങളുണ്ടെങ്കിലും ആ വിഷമങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അത് മാറാൻ ഒരു നോമ്പ് നമ്മൾ നിയത്താക്കുക. ഇതുപോലെ ഇത്രയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ, കാരണം അത്രയും സ്നേഹം നമ്മളോട് ആ സമയത്ത് അള്ളാഹുവിനുണ്ടാവുകയാണ്. നമ്മളൊരു സദസ്സിൽ പോയി, ആ സദസ്സിൽ പോകുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ, നമ്മൾ നോമ്പുകാരനാണ്, അവിടെ ചെന്നിരുന്നു. ആ മജ്‌ലിസിൽ നമ്മൾ ഇരിക്കുന്ന സമയത്തോളം എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മുടെയൊക്കെ കുറേ
പിഴച്ച ചില ആശയങ്ങളുണ്ട്. നോമ്പുകാരൻ്റെ മുമ്പ് വെച്ച് ഇതൊന്നും കഴിച്ചൂടാ. അത് നോമ്പുകാരൻ എന്താ പ്രശ്നം? നമുക്കാ പ്രശ്നം. നമുക്ക് വിഷയം അവൻ കൊതി വിട്ടാലോ എന്നാ. അതിന് കൊതിക്കാതെ നമ്മൾ എത്ര പെണ്ണുങ്ങളുണ്ട് കൊതിക്കാത്ത പെണ്ണുങ്ങൾ? പുളിയിലും ഉപ്പിലും കൂടെ കൊതിക്കോതി അങ്ങ് അടുപ്പിട്ടാൽ പോരെ, വിഷയം തീരൂല. ഇനിയിപ്പോൾ ഇത് നാളെ വിവാദമാവും. എന്തൊരു ലോകമാണ്. അതാ ഞാൻ പറഞ്ഞ ഈ മുസീബത്താണ് ഈ ലൈവ്. ഭയങ്കര മുസീബത്താ, ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ വായാണെങ്കിൽ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുള്ളൂ. എന്ത് ചെയ്യാനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പുകാരനായൊരു മനുഷ്യൻ ഒരു സദസ്സിൽ വരുമ്പോ അടച്ചു വേണ്ട. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഒരു സദസ്സിലേക്ക് കടന്നു വരികയാണ്. ആ സദസ്സിൽ ആരായിരിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ പ്രിയപ്പെട്ട സഹാബത്തും ഇരിക്കുകയാണ്. ആ സമയത്താണ് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു കയറി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ റസൂലുള്ള വിളിക്കുകയാണ്, യാ ബിലാൽ അത്തആം അത്തആം. ബിലാലെ ഭക്ഷണം കഴിക്കുക, ഇരിക്ക് ഭക്ഷണം കഴിക്കുക. അറബികളുടെ ശൈലിയാണ്. റമളാൻ പരിശുദ്ധമായ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇരു ഹറമുകൾ നിങ്ങൾ കൂടി നോക്കിയാൽ അറിയാ, 5 മണിയാകുമ്പോഴേക്ക് സുപ്രവിരിക്കുകയാണ്. ഇരിക്കുന്നവൻ ഇന്ത്യക്കാരനാണോ, സൗദിയാണോ, അല്ലെങ്കിൽ UAE കാരനാണോ, അമേരിക്കക്കാരനാണോ, ബംഗ്ലാദേശുകാരനാണോ, ഫിലിപ്പീനിയാണോ, അതൊന്നും നോട്ടമില്ല. എല്ലാവരും ഇരിക്കുന്ന സഫുകളിൽ സുപ്രവിരിക്കുകയാ. എന്നിട്ട് ഈത്തപ്പഴം കൊണ്ടുവരികയാണ്, റൊട്ടി കൊണ്ടുവരികയാണ്, അതുപോലെ തന്നെ തൈര് കൊണ്ടുവരികയാണ്. അവർക്ക് ആവശ്യമായതൊക്കെ കൊടുക്കുകയാ. നോമ്പില്ലാത്തവർ അപ്പോഴും തന്നെ തിന്നാറുണ്ട്. അതിന്റെ പേരിൽ അറബികൾക്ക് സങ്കടവുമില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നോമ്പുകാരൻ തിന്നാറുണ്ട്. പ്രിയപ്പെട്ടവരെ, തിങ്കളും വ്യാഴവും ആരിയ്ക്കുന്നു എന്നുള്ള പ്രശ്നമല്ല, അറബികളുടെ ശൈലിയാണ്. സുപ്രയിലിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് ബിലാൽ തങ്ങളെ വിളിച്ചത് ആരംഭപ്പൂവാണ്. വരൂ ബിലാൽ, ഭക്ഷണം കഴിക്കൂ ബിലാൽ. ആ സമയത്ത് ബിലാൽ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഇന്നീ സായിമൻ യാ റസൂലല്ലാഹ്, നബിയേ ഇന്ന് എനിക്ക് നോമ്പാണ് റസൂലേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞതെന്നറിയോ? ആ പറഞ്ഞ കാര്യം അടിവരയിട്ട് കേൾക്കണേ പ്രിയപ്പെട്ടവര്. നമ്മൾ പറയും നോമ്പുകാരന്റെ മുമ്പിൽ വെച്ചൊന്നും കഴിക്കല്ലേ. ആരാ പറഞ്ഞത് കഴിച്ചൂടാ എന്ന്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നഅകുലു അർസാഖനാ വറിസ്ഖു ബിലാലിൻ ഫിൽ ജന്നാ. നമ്മൾ കഴിക്കുന്ന നമ്മൾ ഭക്ഷണമാണ്, പക്ഷെ ബിലാൽ കഴിക്കുന്ന സ്വർഗത്തിന്റെ ഭക്ഷണമാണ്. നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഭക്ഷണമാണ്, പക്ഷെ ബിലാൽ കഴിക്കുന്ന സ്വർഗത്തിന്റെ ഭക്ഷണമാ. എന്നിട്ട് അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, ഇന്ന സ്വായിമ ഇദാ കാന ഇൻദ ഖൗമിൻ യഅകുലൂന. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിൽ ഒരു നോമ്പുകാരൻ ഉണ്ടെങ്കിൽ തുസബ്ബിഹു അഅ്ലാഉഹു, അവന്റെ എല്ലാ അവയവങ്ങളും അവന് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാ. അവന്റെ മുഴുവൻ സന്ധികളും അവന് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാ. വതുസല്ലി അലൈഹിൽ മലായിക, മലായികത്തുകൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. മാദാമ ഫീ മജ്ലിസിഹി, ആ മജ്ലിസിൽ അവൻ ഉള്ളിടത്തോളം സമയം എത്രയും. എന്തിനാ പാവപ്പെട്ട നോമ്പുകാരന് കിട്ടുന്ന പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നത്? ഭക്ഷണം മൂടി വെച്ചിട്ട് ആ ഭക്ഷണം തുറന്നു വെച്ച് നിങ്ങൾ കഴിച്ചോ. നോമ്പുകാരൻ അവിടെ നിൽക്കുമ്പോ അവന്റെ അവയവങ്ങൾ അവന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു. അള്ളാന്റെ മലായികത്തുകൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. ഏത് സമയം വരെ? മാദാമ ഫീ മജ്ലിസിഹി, അവൻ ആ മജ്ലിസിൽ ഉള്ള സമയം അത്രയും അങ്ങനെ സംഭവിക്കുന്നു എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ള പറഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്ത് നോമ്പ് പിടിച്ചുകൊണ്ടൊരു സരസിലേക്ക് പോകുമ്പോ അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടുന്ന പുണ്യമതാണ്. പക്ഷെ അടിവരകിട്ട് മറ്റൊന്ന് ചിന്തിക്കണം. 6 മണിക്കാണ് നമ്മളവിടെ എത്തുന്നത്, 6:30ക്കാണ് മഗ്രിബിന്റെ ബാങ്ക്. ആ സമയത്ത് നമ്മളെ വിളിച്ചു കൊണ്ടുപോയ വീട്ടുകാരന് നമ്മൾ കഴിക്കാതെ പോകുന്നത് ഇഷ്ടമല്ല. പക്ഷെ എങ്ങനെ കഴിക്കും? നോമ്പുകാരനാണല്ലോ. അവിടെ ഇസ്ലാമിക ശരീഅത്ത് പറയുന്നത് നീ നോമ്പ് മുറിക്കണമെന്നാണ്. മുറിച്ചാൽ നിനക്ക് 2 കൂലി, 1 നോമ്പിന്റെ കൂലി, 2 അതിഥിയായി കടന്നു വന്നപ്പോ ഒരു സഹോദരന്റെ വാക്കിന് നീ വില കൽപ്പിച്ചതിന്റെ കൂലി. അതെല്ലാം നീ ആ നോമ്പ് പൂർത്തീകരിച്ചാൽ നിനക്ക് നോമ്പിന്റെ കൂലി മാത്രമാണ്. ഇത് പറയുമ്പോൾ തന്നെ ഇസ്ലാം പഠിപ്പിച്ചു, ആ വീട്ടുകാരന് നിന്നെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കണമെന്നത്ര വാശിയൊന്നും ഇല്ലാത്തടത്തോളം കാലം. റമളാന്റെ നോമ്പല്ല, എന്നാ പിന്നെ മഗ്രിബ് കഴിഞ്ഞ് അസ്ർ കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. അങ്ങനെയല്ല, അതിവിടെ നടക്കൂല. അങ്ങ് യു പിയിലാണ് ഓഫീസിനകത്ത് വെച്ച് വാക്യകത്ത് ചപ്പാത്തി കുട്ടി കയറ്റിക്കിട്ട് പാവപ്പെട്ടവന്റെ നോമ്പ് തുറപ്പിക്കുന്നത്. കേരളത്തിലല്ല.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നോമ്പ് പിടിക്കുക എന്ന് പറയുന്ന വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു. റമളാൻ മാസത്തിൻ്റെ നോമ്പല്ല. തിങ്കൾ പിടിച്ചോ, വ്യാഴം പിടിച്ചോ, അയ്യാമുൽ ബീദ് പിടിച്ചോ, അതുപോലെ തന്നെ ബറാഅത്ത് വരുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി നടക്കുക, ഈ ബറാഅത്ത് എവിടെയുണ്ട്, ബറാഅത്ത് എവിടെയുണ്ട്, ഇത് ബറാഅത്ത് നോമ്പ് സുന്നത്ത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കി. എന്നാ നീ ഒരു കാര്യം ചെയ്, ശഅബാൻ 1 നോക്ക്, അപ്പോഴും നോക്കൂല. ശഅബാൻ 15 അന്ന് 14 അന്നേ നോക്കുള്ളൂ. നീ നോക്കി കണ്ടെത്തി വരുമ്പോഴേക്ക് 15 അന്നത്തെ നോമ്പിന്റെ സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഇതൊന്നും നോക്കാൻ നിൽക്കണ്ട. മഹാന്മാരായ മുൻഗാമികൾ പിടിച്ചതെന്താ, അത് നമ്മളങ്ങോട്ട് പിടിക്കുക. അത് പിടിക്കുക. വളരെ കൃത്യമായി സുന്നത്താണെന്ന് പഠിപ്പിച്ച നോമ്പുകൾ, മുഅക്കദായ സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ എന്താ ആരും പിടിക്കാത്തത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നോമ്പുകാരായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ നോമ്പിന്റെ കാര്യം കൂടുതൽ വിശദീകരിക്കുന്നില്ല. ദാ റമളാൻ വരുന്നു. കഴിഞ്ഞ വർഷത്തെ ഈത്തപ്പഴം ഇതുവരെ അതിന്റെ കുരു തൂത്തിറക്കിയില്ല നമ്മൾ. അടുത്ത റമളാൻ വന്നു അല്ലെ? ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റമളാനായി. മണിക്കൂറുകളുടെ വേഗതയാണ് ഇപ്പോൾ ദിവസങ്ങൾക്ക്. മണിക്കൂറുകളുടെ വേഗത, പെട്ടെന്ന് പെട്ടെന്ന് പോവാ. വർഷങ്ങൾക്ക് മാസങ്ങളുടെ വേഗത ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ സമയത്തിൽ ബറക്കത്തില്ല എന്നർത്ഥം. സമയത്തിൽ ബറക്കത്തില്ല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് നമ്പർ 1 നോമ്പുകാരാവുക. ഇനി രണ്ടാമത്തേത്, അപ്പോഴും ആര് മാത്രമേ ഉള്ളൂ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതെന്തെന്നറിയോ? ആരാണ് ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചിട്ട് ഇവിടെ വന്നത്? രാവിലെ നേരം വെളുത്തതിന് ശേഷമുള്ള കാര്യമല്ല, സുബഹിക്ക് പള്ളിയിൽ വന്നപ്പോഴുള്ള ചോദ്യമാണ്. ആരാണ് രോഗിയെ സന്ദർശിച്ചിട്ട് വന്നത്? അത് വളരെ അടിവരയിട്ട് കേൾക്കേണ്ട കാര്യമാണ്. ഇപ്പൊ രോഗിയാണെന്നറിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലേക്ക് നമ്മൾ പോകൂല. രോഗിയാണെന്നറിഞ്ഞാൽ ആ ഏരിയയിലേക്ക് പിന്നെ നമ്മൾ പോകൂല. എന്താ അസുഖം എന്നുള്ള പേടിയാണ് അല്ലേ? രോഗ സന്ദർശനം എന്ന് പറയുന്നതിന്റെ കൂലി എന്താണെന്നറിയോ? ഞാൻ കൂടുതൽ 1000കണക്കിന് ഹദീസുകൾ നമ്മുടെ മുന്നിൽ പറയാനുണ്ട് രോഗ സന്ദർശനത്തിന്റെ. പക്ഷെ അതൊക്കെ ആവുമ്പോൾ നമുക്കൊരു മടിപ്പും ഉറക്കവും അലസതയും അലംഭാവവും ഒക്കെ ഉണ്ടാവും. ഈ വിഷയം പറയുമ്പോഴും നമുക്കിപ്പോഴും കേൾക്കേണ്ട സുഖം എന്താണ്? ഖബറിനകത്ത് ഇങ്ങനെ പാമ്പ് വരുന്നത്, സ്വർഗത്തിലൂടെ ഹൂറിമാരെയും കൊണ്ട് ഇങ്ങനെ പറന്നു പോകുന്നത്, നരകത്തിൽ കിടന്ന് ഇങ്ങനെ വെന്തരിയുന്നത്, സിറാത്തിൽ നിന്ന് ഇങ്ങനെ വിയർത്തൊലിക്കുന്നത്, ഇതൊക്കെയാണ് നമുക്കിഷ്ടം. പക്ഷേ അങ്ങനെ ഇഷ്ടം നോക്കി പറയാൻ പറ്റൂലല്ലോ. ആദരവായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രോഗസന്ദർശനം നടത്തുന്നതിന് ഒരുപാട് ഹദീസുകളൊന്നും പറയണ്ട. ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഇബ്നു മാജ റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ, ഇദാ ആദൽ മുസ്ലിമു അഖാ, ഒരു സഹോദരന് ആരെങ്കിലും ചെന്ന് രോഗസന്ദർശനം നടത്തിയാൽ, രോഗിയാണെന്നറിയുമ്പോൾ അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവനെ ഒന്ന് സന്ദർശനം നടത്തിയാൽ, യഖൂലുല്ലാഹ്, അല്ലാഹു അവിടെ നിന്ന് പറയുന്നതെന്തെന്നറിയോ? തിബുത്ത പൊന്നുമോനെ, നിന്റെ നടത്തം വല്ലാതെ ഫലപ്രദമായിരിക്കുകയാ, നിന്റെ നടത്തം വല്ലാത്ത പവിത്രതയുള്ളതാ. സ്വർഗത്തിൽ നിനക്കൊരു വീടിതാ കരുതി വെച്ചിരിക്കുകയാ. ഈ ഹദീസ് നിങ്ങൾ കേൾക്കുമ്പോൾ രോഗസന്ദർശനം നടത്തുന്നവന് സ്വർഗത്തിലൊരു വീട് കൊടുക്കുമെന്ന അപ്രലാഘവത്തോടെ അത് കേൾക്കേണ്ട കാര്യമല്ല. ഹദീസിന്റെ വരികൾക്കിടയിലൂടെ നിങ്ങളും ഇറങ്ങുമോ? ആ ഹദീസിന്റെ പദപ്രയോഗങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുമോ? എന്താ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആരൊരാൾ രോഗസന്ദർശനം നടത്തുന്നുവോ അവനോട് അല്ലാഹു പറയുന്നു, തബവ്വഅത മൻസിലൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിനക്കിതാ ഒരു വീട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് കിട്ടുമെന്ന് അത്ര ലാഘവത്തോടെ കേൾക്കേണ്ട കാര്യമല്ല. മറിച്ച് റസൂലുള്ള പറഞ്ഞത്, നീ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോകാതിരിക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം എനിക്കൊരു വീട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ നരകത്തിൽ കൊണ്ടിടൂലല്ലോ. എനിക്കൊരു സ്വർഗ്ഗത്തിലൊരു വീട് അല്ലാഹു തന്നു, എന്നിട്ട് എന്നെ കൊണ്ടുവന്ന് നരകത്തിയിടുവോ? ഇല്ല. കാരണം എനിക്ക് പിന്നെ ആ വീട് പിന്നെ ആർക്ക് കൊടുക്കാന്? എനിക്ക് വേണ്ടി തയ്യാറാക്കിയത് എനിക്ക് തന്നെയല്ലേ കിട്ടുക. അതുകൊണ്ട് സ്വർഗം ഉറപ്പാണെന്ന് അതിന്റെ അർത്ഥം. അല്ലാതെ സ്വർഗത്തിലൊരു വീട് കിട്ടുമെന്നുള്ള അത്ര ഒരു ലോക്കലായിട്ടല്ല ചിന്തിക്കേണ്ടത്.
സ്വർഗം നിനക്ക് മസ്റ്റാണ്, ലാ ശക്ക ഫീഹി, ഒരു സംശയം അക്കാര്യത്തിലില്ല. നിനക്ക് ഉറപ്പായിട്ട് ആ സ്വർഗം അല്ലാഹു തരുമെന്നാണ്. രാവിലെ ഒരാളെ കാണാൻ പോയാൽ വൈകുന്നേരം വരെ മലായിക്കത്തുകൾ 70,000 മലക്ക് നിനക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്നാണ്. രാവിലെ ഒരു രോഗസന്ദർശനം നടത്തിയാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ നമുക്ക് പൊറുക്കലിനെ ചോദിക്കും. വൈകുന്നേരം പോയാലോ നേരം വെളുക്കുന്നത് വരെ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ. ഏത് പ്രവാചകനാണ് രോഗസന്ദർശനം നടത്തിയിട്ട് അവൻ്റെ അടുക്കൽ ചെന്നിരുന്ന് നെറ്റിയിൽ കൈവച്ചിട്ട് സുഖമുണ്ടോ എന്ന് ചോദിക്കണമെന്ന് അതിൻ്റെ അദബ് നമ്മെ പഠിപ്പിച്ച നമ്മുടെ അദബിൻ്റെയും നമ്മുടെ ഇൽമിൻ്റെയും നമ്മുടെ എല്ലാത്തിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ട നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിനക്ക് 70,000 മലക്കുകൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, പൊറുക്കലിനെ ചോദിക്കുന്നു.